ആരോഗ്യവകുപ്പിന്റെ അനാസ്ഥയിൽ കൈമുറിച്ചു മാറ്റേണ്ടി വന്ന പാലക്കാട് സ്വദേശിനി വിനോദിനിക്ക് ധനസഹായം മുടങ്ങിയത് കുടിശ്ശിക ഉൾപ്പെടെ നൽകുമെന്ന് മന്ത്രി ബിന്ദു കൃഷ്ണ തിങ്കളാഴ്ച തന്നെ കുടിശ്ശിക നൽകാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. വയോജന കേന്ദ്രത്തിലെ പീഡനം ഗൗരവകരമാണെന്നും കുറ്റക്കാർക്കെതിരെ കർശന നടപടിയുണ്ടാകുമെന്നും മന്ത്രി കൊല്ലത്ത് പറഞ്ഞു. മുഖ്യമന്ത്രിയുടെ നിർദ്ദേശത്തെ തുടർന്ന് വനിതാ വികസന വകുപ്പ് സെക്രട്ടറിയോടും ഡയറക്ടറോടും ഇടപെട്ട് തിങ്കളാഴ്ച തന്നെ കുടിശ്ശിക നൽകാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്ന് മന്ത്രി ബിന്ദു കൃഷ്ണ പറഞ്ഞു. ഏതുവിധേനയും ധനസഹായം കുടിശ്ശിക ഉൾപ്പെടെ കൊടുക്കുമെന്നും പരിമിതികളെ മറികടന്ന് ധനസഹായം നൽകുമെന്നും മന്ത്രി കൊല്ലത്ത് പറഞ്ഞു. വനിതാ ശിശു വികസന വകുപ്പ് കുട്ടിക്ക് കൊടുത്തുകൊണ്ടിരുന്ന ധനസഹായം കുടിശ്ശികയായിട്ടുണ്ട് എന്ന വിവരം അപ്പോൾ തന്നെ മുഖ്യമന്ത്രി നിർദ്ദേശത്തെ തുടർന്ന് വനിതാ വികസന വകുപ്പ് സെക്രട്ടറിയോടും ഡയറക്ടറോടും ഇടപെട്ട് തിങ്കളാഴ്ച തന്നെ ആ കുടിശ്ശിക തീർത്ത് കൊടുക്കുവാനും ഇനിയുള്ള മാസങ്ങൾ കൃത്യമായ തുക കൊടുക്കുവാനും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അങ്ങനെയാ പറഞ്ഞു. പക്ഷെ ഏത് വിധേനയും അത് കൊടുത്തേ മതി. സർക്കാരിന്റെ തീരുമാനമാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, ഇത്തരം കാര്യങ്ങൾ ധനസഹായം നൽകുന്നതിന് പരിമിതികൾ, സർക്കാരിന്റെ സാമ്പത്തിക സ്ഥിതിയുമായി ബന്ധപ്പെട്ട പരിമിതികളും ധവളവട്ടത്തിൽ നമ്മൾ മനസ്സിലായതാണ്. പക്ഷെ എങ്കിലും ഇതുപോലുള്ള കേസുകളിൽ അടിയന്തരമായി അത്തരം പരിമിതികളെ മറികടക്കുവാനുള്ള തീരുമാനമാണ് സർക്കാരിനുള്ളത്. വയോജന കേന്ദ്രത്തിലെ പീഡനം ഗൗരവകരമാണെന്നും വയോജന കേന്ദ്രങ്ങളിൽ കഴിയുന്ന സ്ത്രീകളുടെ സുരക്ഷിതത്വം ഉറപ്പാക്കുമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. തീർച്ചയായും സമഗ്രമായ അന്വേഷണം നടത്താൻ വാർത്ത അറിഞ്ഞവരും തന്നെ നിർദ്ദേശിച്ചു. അത് അവിടെ മാത്രമല്ല, ഈ ഒരു വാർത്ത റിപ്പോർട്ട് ചെയ്യപ്പെടുന്നതിന്റെ പശ്ചാത്തലത്തിൽ ഇതുപോലുള്ള സമാന സ്ഥാപനങ്ങളിൽ എന്തൊക്കെ നടക്കുന്നു എന്ന കാര്യത്തിൽ നമുക്ക് ആശങ്കയുണ്ട്. സാമൂഹ്യനീതി വകുപ്പും അതുപോലെ ഓർഫനേജ് കൺട്രോൾ ബോർഡും ഒക്കെ ആയി ചേർന്നുകൊണ്ട് ഒരു പരിശോധന നടത്തി കൃത്യമായ ഇടവേളയിൽ പരിശോധനയും ഈ കേസിൽ തന്നെ അന്തേവാസികൾക്ക് പറയാൻ അവസരം കിട്ടിയത് ആ വാതിൽ തുറന്നിട്ടുകൊണ്ട് പുറത്തേക്ക് വന്ന് നാട്ടുകാരെ കണ്ടതുകൊണ്ട്, അല്ലെങ്കിൽ ഈ വിവരം ഇപ്പോഴും പുറത്ത് അറിയില്ലായിരുന്നു. ഇത്തരത്തിലുള്ള പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങൾ കുറ്റമറ്റ രീതിയിലാണ് പ്രവർത്തിക്കുന്നതെന്ന് സർക്കാർ ഉറപ്പുവരുത്തും. കുറ്റക്കാർക്കെതിരെ കർശന നടപടിയുണ്ടാകും. നെടുമങ്ങാട് സംഭവത്തിൽ കർശന നടപടി സ്വീകരിച്ചിട്ടുണ്ട്. കുറ്റക്കാരനായ ഉദ്യോഗസ്ഥനെ പുറത്താക്കാൻ നിർദ്ദേശം നൽകിയതായും മന്ത്രി അറിയിച്ചു. മലയാളികളുടെ മനസ്സിൽ അല്ലെങ്കിൽ നമ്മുടെ കണ്ണിൽ ഒരിറ്റ് കണ്ണുനീരായി മാറിയ 1.5 വയസ്സുകാരന്റെ മരണം നമ്മളെല്ലാവരുടെയും നെഞ്ചുലച്ചതാണെന്ന് അറിയാലോ. അതിൽ ഇന്നലെ ഒരു വാർത്ത പുറത്തു വന്നിരുന്നു, കേരളത്തിലെ മാധ്യമങ്ങൾ പുറത്തുവിട്ടത്. അതിന് ചൈൽഡ് ഹെൽപ്പ് ലൈനിൽ കുട്ടിയുടെ അമ്മൂമ്മ വിളിച്ച് വിവരം കൈയൊടിഞ്ഞ സമയത്ത് തന്നെ പറഞ്ഞു. പക്ഷെ ടെലിഫോൺ എടുത്ത ആൾ വേണ്ട വിധം ജാഗ്രതയോടുകൂടി അത് പ്രവർത്തിച്ചില്ല. ശിശുക്ഷേമ സമിതിയും അതുപോലെ ചൈൽഡ് ഹെൽപ്പ് ലൈൻ അടക്കമുള്ള ശിശുക്കളുമായി ബന്ധപ്പെട്ട എല്ലാ സ്ഥാപനങ്ങളും ശിശു സൗഹൃദമായിരിക്കണം എന്നുള്ളതാണ് സർക്കാരിന്റെ നിലപാട്. അത് ഉറപ്പുവരുത്താനുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കൃത്യവിലോപം വരുത്തിയ ആ ഉദ്യോഗസ്ഥനെ ടെർമിനേറ്റ് ചെയ്യാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അങ്ങനെ കുറ്റമറ്റ രീതിയിൽ ശിശുക്ഷേമ സമിതിയും അതുപോലെ ശിശു ഹെൽപ്പ് ലൈൻ ഹെൽപ്പ് ലൈനുകളെല്ലാം പ്രവർത്തിക്കണം എന്നുള്ളത് അത് സർക്കാർ ഉറപ്പുവരുത്തും. ന്യൂസ് ബ്യൂറോ, കൊല്ലം.